വെൽക്കം ടു ഓൾ. നമുക്കിനി ഒരു പുതിയൊരു ഐറ്റം നോർമൽ ലോസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് നോക്കുക. എക്സാമ്പിൾ 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ പ്രോസസ് 2000 യൂണിറ്റ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് 1 month of 2017. Normal loss is estimated at 5% of input. At the end of the month, 460 units were incomplete. The stage of completion is as follows. Material 75%, labor 50%, overhead 50%. Prepare statement of equivalent production. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് കംപ്ലീഷനാണ് എലമെൻറ്റ്സ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാതെ വേറെ നിവർത്തിയൊന്നുമില്ല. സോ വി ഹാവ് ടു പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ വരയ്ക്കുക. ഇൻപുട്ട് യൂണിറ്റ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ്, പിന്നെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ്റെ കോളാണ്. അതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് 3 എലമെൻറ്റും സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ പെർസെൻറ്റേജ്, യൂണിറ്റ്സ്. നമുക്കറിയാം ഇൻപുട്ട് എന്നാണ് നമ്മൾ തുടങ്ങുക. അവിടെ നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്, 2000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് 2000. അപ്പോൾ വേറെ ഒന്ന് ഇൻപുട്ട് കോളത്തിൽ എഴുതാൽ നമ്മൾ ആ കോളം ക്ലോസ് ചെയ്തു ടോട്ടൽ ചെയ്തിട്ട്. ഇനി ഔട്ട്പുട്ട് കോളത്തിൽ നമുക്കറിയാം നമ്മൾ നോർമലി എഴുതാറ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ വി ഹാവ് നോർമൽ ലോസ്. നോർമൽ ലോസ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് എക്സ്പ്രസ് ചെയ്യണ്ടെങ്കിലും വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ് ഇൻ ഔട്ട്പുട്ട് കോളം. ബിക്കോസ് ആ ലോസ് നമുക്ക് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് കുറയ്ക്കണം. അതുകൊണ്ടാണ്. സോ നോക്കി നോക്കൂ, നോർമൽ ലോസ് എത്രയാണ്, 5% ഓഫ് ഇൻപുട്ട്. 5% ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2000-ൻ്റെ 5%. 2000 ഇൻറ്റു 5/100. അപ്പോൾ നോർമൽ ലോസ് എത്രയാണ്, 2000 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 100 ആണ് വരിക. ഞാൻ പറഞ്ഞു നോർമൽ ലോസ് നമ്മൾ ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ലോസ് ഇൻ വെയ്റ്റ്. വി ഡിഡ് നോട്ട് ഗെറ്റ് എനി ഇൻകം. സോ നമ്മളത് ഹൈഫൺ ഇട്ട് എഴുതി. ഇനി അടുത്ത നമ്മുടെ ആയിട്ട് നമുക്കറിയാം കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആണ്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ എത്രയാണ്, 2000 യൂണിറ്റ്സ് ആയിരുന്നു നമ്മൾ ഇൻപുട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിലെന്തായി, 100 യൂണിറ്റ്സ് നോർമൽ ലോസ് ആയി. സോ ബാക്കി എത്ര ഔട്ട്പുട്ട് ഉണ്ട്, 1900 ആണ് നമ്മുടെ എന്താണ് പ്രോസസ്സിൽ വരേണ്ട ഔട്ട്പുട്ട്. പക്ഷെ അത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കിയോ, ഇല്ല. എന്താണ് ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 460 യൂണിറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ 1900 മൈനസ് 460. നോർമലി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു. ഇവിടെ നോർമൽ ലോസ് ഉള്ള കാരണം യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസിന്ന് നോർമൽ ലോസ് കുറച്ചിട്ട് അതിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കാൻ. അപ്പോഴാണ് നമുക്ക് എത്രയാണ് ആക്ച്വലി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കിട്ടുള്ളൂ. സോ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എത്രയാണ്, 2000 യൂണിറ്റ്സ് ആയിരുന്നു. 100 രൂപ ലോസായി പോയി. അപ്പോൾ 1900 യൂണിറ്റ്സ് ആണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതിൽ 460 യൂണിറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1900 മൈനസ് 460, 1440 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. അതിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഞാൻ പറഞ്ഞു. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻപുട്ടിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് 100% കംപ്ലീറ്റഡ് ഇൻ ഓൾ ടേംസ് ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആയിരിക്കും, ലേബർ 100% കംപ്ലീറ്റഡ് ആയിരിക്കും, ഓവർ ഹെഡും 100% കംപ്ലീറ്റഡ് ആയിരിക്കും. അപ്പോൾ 1440 ഇൻറ്റു 100/100. മെറ്റീരിയലിൻ്റെ ടേംസിൽ 1440, ലേബറിൻ്റെ ടേംസിലും 100% 1440, ഓവർ ഹെഡും 1440. നമ്മുടെ അടുത്ത ഐറ്റം എന്താണ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്.
അപ്പോൾ ക്ലോസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് 460 യൂണിറ്റ്സ് വെർ ഇൻകംപ്ലീറ്റ്. അതിനെയാണ് നമ്മൾ ക്ലോസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. 460 യൂണിറ്റ്സ് ആണ്. ഇനി ഇതിന് ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ സ്റ്റേജുകൾ തന്നിട്ട് മെറ്റീരിയൽ 75%, ലേബർ 50%, ഓവർ ഹെഡ് 50%. അപ്പോൾ ഓരോന്നിൻ്റെയും കംപ്ലീഷൻ പെർസെൻറ്റേജ് എഴുതുക. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക. 460 × 75/100. അപ്പോൾ മെറ്റീരിയൽ കംപ്ലീഷൻ 345 യൂണിറ്റ്സ്. ഇനി 460 × 50/100. ലേബറിൻ്റെ ടേംസിലാണെങ്കിൽ 230. ഓവർ ഹെഡ് 460 × 50/100 230. നമുക്കറിയാം, നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും ഇക്വാലൻറ്റ് പ്രൊഡക്ഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കതൊക്കെ ടോട്ടൽ ചെയ്യാം. യൂണിറ്റ്സ് മൊത്തം എത്ര വരിക? 2000. മെറ്റീരിയലിൻ്റെ EP എത്ര വരുന്നത്? ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ 1440 + 345 1785. ലേബറിൻ്റെയോ 1440 + 230 1670. ഓവർ ഹെഡിൻ്റെയോ 1440 + 230 1670. ഓരോ എലമെൻറ്റിൻ്റെ ടേംസിലും ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഡിഫറെൻ്റ് ആയ കാരണമാണ് ഓരോ എലമെൻറ്റിൻ്റെയും EP ഡിഫറെൻ്റ് ആവുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിലൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്നും ഒരൊറ്റ എലമെൻറ്റേ കൂടുതലുള്ളൂ, നോർമൽ ലോസിൻ്റെ കാര്യം. അപ്പം നോർമൽ ലോസ് എന്ന് പറയണത് എന്താണ്? നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അതിനെന്താണ്? EP-യിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ അബ്നോർമൽ ലോസ് വന്നാൽ നമുക്കറിയാം നോർമൽ ലോസ് പോലെയല്ല അബ്നോർമൽ ലോസ്. നമ്മൾ അബ്നോർമൽ ലോസിൻ്റെ തിയറി ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അബ്നോർമൽ ലോസ് വിൽ ബി വാല്യൂഡ് ജസ്റ്റ് ലൈക്ക് ഗുഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ ട്രീറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ഓൾ ടേംസ് ഓഫ് കോസ്റ്റ് എലമെൻറ്റ്സ്. മെറ്റീരിയൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ഒക്കെ നമ്മൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് യൂണിറ്റ്സ് വാല്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യുക? അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഡ്യൂറിങ് ജാനുവരി 2017 2000 യൂണിറ്റ്സ് ഹാവ് ബീൻ പുട്ട് ഇൻ പ്രോസസ് 1. നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 5% ഓഫ് ഇൻപുട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് 1400 യൂണിറ്റ്സ് were completed and transferred and 460 units were remained as closing work in progress, on which the degree of completion, closing work in progress and degree of completion, material 75%, labor 50%, overhead 50%. Calculate equivalent production. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ട് യൂണിറ്റ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ്, പിന്നെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ്റെ കോളാണ് ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജും യൂണിറ്റ്സും. ആദ്യം നമ്മൾ ഇൻപുട്ടിൻ്റെ അവിടെ എത്ര ചെയ്താൽ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്? 2000 യൂണിറ്റ്സ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് 2000 യൂണിറ്റ്സ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല, വി ജസ്റ്റ് ടോട്ടൽ ഇറ്റ്. ഇനി ഔട്ട്പുട്ട് കോളത്തിൽ എഴുതാനുള്ളത് നോർമൽ ലോസ് ഉണ്ട് 5% ഓഫ് ഇൻപുട്ട്. അതായത് നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ 2000 × 5/100 എത്രയാണ്? 100. ഇനി നമുക്ക് എന്താ നോക്കണേ? അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് 1400 യൂണിറ്റ്സ് were completed and transferred. അപ്പോൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൻ്റെ യൂണിറ്റ്സ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1400. ഇനി 460 യൂണിറ്റ്സ് were remained as closing work in progress. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 460. അപ്പോൾ നോക്കി നോക്കൂ, 100 നോർമൽ ലോസ്, കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1400, അതായത് 1500. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460, അതായത് 1960 ആയിട്ടുള്ളൂ. ഒരു ബാക്കി 40 ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? അബ്നോർമൽ ലോസ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ശരിക്കും നോർമൽ ലോസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടണം?
1440 രൂപ ഉണ്ടായിരിക്കണം കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. നമുക്ക് ഔട്ട്പുട്ട് കോളം ടോട്ടൽ ചെയ്യും പറയാം. 100 നോർമൽ ലോസ്, കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 1400, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460. ടോട്ടൽ എത്രയുള്ളൂ? 1960 ആയുള്ളൂ. ഇൻപുട്ട് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാ? 2000. സോ ബാക്കി 40 അബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കോളത്തിൽ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് 40 എഴുതണം. സോ ഇനി ഔട്ട്പുട്ട് കോളം ടോട്ടൽ ചെയ്ത് നോക്കൂ. 2000. ഇനി നമുക്ക് ഇക്വാലൻ പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം. നോർമൽ ലോസ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇ പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. സോ ഹൈഫൺ ഇട്ടിട്ട് പോവും. ഇനി അടുത്തായിട്ട് അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് നമുക്കറിയാം എന്താണ്? ഫിനിഷ്ഡ് ഗുഡ് പോലെയാണ് നമ്മൾ വാല്യൂ, അതായത് 100% കംപ്ലീറ്റ് ആയി എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇ പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഓരോ എലമെൻ്റ് എത്രയാണ്? 100% ആണ്. സോ 40. ഇനി അടുത്തത് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് വിൽ ട്രീറ്റഡ് ആസ് 100% കംപ്ലീറ്റഡ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ 100, ലേബർ 100, ഓവർ ഹെഡ് 100. അപ്പോൾ അറിയാം 1400 × 100/100 1400, 1400 × 100/100 1400. അപ്പോൾ നമ്മൾ ഓവർ ഹെഡ് 1400. ഇനി അടുത്ത് നമ്മുടെ ഐറ്റം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. 460 ആണ് ഇതിൽ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 75%, ലേബർ 50%, ഓവർ ഹെഡ് 50%. അപ്പോൾ 460 × 75/100 345 മെറ്റീരിയൽ. 460 × 50/100 230 ലേബർ. 460 × 50/100 230 ഓവർ ഹെഡ്. സോ നമുക്കത് ടോട്ടൽ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും ഇക്വാലൻ പ്രൊഡക്ഷൻ കിട്ടും. 40 + 1400 + 345 1745. ലേബറിൻ്റെ കേസിൽ 40 + 1400 + 230 1670. ഇനി 40 + 1400 + 230 1670. അപ്പം ഇതാണ് നമ്മുടെ ഇക്വാലൻ പ്രൊഡക്ഷൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കി നോക്കുക. അബ്നോർമൽ ലോസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടല്ലേ. നോർമൽ ഔട്ട്പുട്ട് എത്രയാണ്? 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 5% നമ്മുടെ നോർമൽ ലോസ് ആയിരുന്നു. സോ 1900. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460. അപ്പോൾ ശരിക്കും 1440 വരേണ്ടതായിരുന്നു നോർമൽ ഔട്ട്പുട്ട്. പക്ഷെ എത്രയാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് 1400 ഉള്ളൂ. അതായത് അബ്നോർമൽ ലോസ് ആണ് ബാക്കി 40. അപ്പോൾ ശ്രദ്ധിക്കുക, അബ്നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ടിനെ പോലെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ അബ്നോർമൽ ലോസ് ചിലപ്പോൾ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നോക്കണം, ഇൻപുട്ട് കോളും ഔട്ട്പുട്ട് കോളും ടാലി ആകുന്നുണ്ടോയെന്ന്. ഇൻപുട്ടും ഔട്ട്പുട്ടും ലിസ്റ്റ് ചെയ്തിട്ട് ഇക്വാലൻ പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് നോർമൽ ഔട്ട്പുട്ടിനെക്കാട്ടിലും കൂടുമ്പോഴാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ വരിക എന്നും പറയുന്നത്. നമ്മൾക്ക് അറിയാം അബ്നോർമൽ ലോസിൻ്റെയും അബ്നോർമൽ ഗെയിനിൻ്റെയും വാല്യുവേഷൻ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100% കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? അബ്നോർമൽ ഗെയിൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ പ്രൊഡക്ഷനിൽ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. 100% കംപ്ലീറ്റഡ് ആയ പോലെ ട്രീറ്റ് ചെയ്യും. വി വിൽ ഡിഡക്റ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഡിഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കോളത്തിൻ്റെ ബാക്കി എല്ലാ ഐറ്റംസ് എഴുതിയിട്ട് ലെസ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടിയും ക്ലാരിറ്റി ആവും. അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. വീണ്ടും മിസ്സ് പറയണത് കേൾക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും, തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തരുന്ന പ്രോബ്ലംസൊക്കെ തന്നെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റിൽ നോക്കി ചെയ്യാതെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് മിസ്റ്റേക്ക് എന്താണെന്ന്
കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കണം.